എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് അന്തോറയിൽ ഒരു പള്ളി കണ്ടിട്ട് വരാം. ഈ ബസ്സിന് വേണം കയറിപ്പോവാൻ. നമ്മളിപ്പോൾ പോകുന്നത് അന്തോറയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളി കാണാൻ വേണ്ടിയാണ്. അത് സാന്തോ കൊളോമ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടേക്ക് നമുക്ക് പോകാൻ ബസ് ലൈൻ 1 ആണ് എടുക്കേണ്ടത്. ആ ബസ്സിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള റെസിഡന്റുകൾക്ക് 1 വർഷത്തിൽ കൂടുതലായി താമസിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബസ് യാത്ര ചെയ്യാം. അവരൊരു കാർഡ് തരും. അല്ലാത്തവർക്ക് €1.90 ആണ് മിനിമം ചാർജ്. അത് കാശ് കൊടുക്കുക. അല്ലെങ്കിൽ മാസം €30 യാത്ര ചെയ്യാം. മാസം €30 ഒരു കാർഡ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അന്തോറയിൽ ഏത് സ്ഥലത്തേക്കും ആ കാർഡ് വെച്ച് ഫ്രീ ആയിട്ട് സ്വൈപ്പ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് അന്തോറയുടെ ഹൃദയഭാഗത്തുള്ള നദി. വാലിറ നദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ L1 എന്ന ബസ്സിനാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അന്തോറയിൽ പൊതുവെ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ 1 വർഷമായിട്ട് താമസിക്കുന്ന റെസിഡൻസിന് ഫ്രീ ആയിട്ട് അവർ ബസ് സർവീസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാസം €30 ഒരു ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു കാർഡ് തരും. ആ കാർഡ് വെച്ച് നമുക്ക് ഫുൾ ടൈം 1 മാസം ഫുൾ ഉപയോഗിക്കാം അൺലിമിറ്റഡ് ആയിട്ട്. അങ്ങനെയാണ് ബസ്സിന്റെ പരിപാടികൾ. മൊത്തത്തിൽ 6 ലൈനാണുള്ളത്. ഇപ്പം നമ്മൾ വന്നത് L1, പിന്നെ അങ്ങനെ L2, L3, L4, L5, L6 എന്നിങ്ങനെ 6 ലൈനാണ് ബസ്സിനുള്ളത്. നമ്മളങ്ങനെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര കൊണ്ട് നമുക്ക് ഈ സാന്തോ കൊളോമ എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അവിടെയാണ് ഈ പഴയ പള്ളിയുള്ളത്. ഇവിടെ അതിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇഗ്ലീസിയ ചർച്ച് എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇഗ്ലീസിയ എന്നാണ് പറയുന്നത് സ്പാനിഷിൽ. ഇതിലെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് പോകാനായിട്ട് നല്ല വഴികൾ, കല്ലിന്റെ വഴിയൊക്കെ ഉണ്ട്. കുറെ ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. എല്ലാം വെട്ടി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലെ അങ്ങ് പോയി നോക്കാം. ഇതാണ് ആ പറഞ്ഞ പള്ളി. ഇത് ഒരുപാട് കാലം പഴക്കമുള്ള പള്ളിയാണ്. 9ാം നൂറ്റാണ്ടില് നിർമ്മിച്ച ഒരു പള്ളിയാണിത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് പിന്നെ 12ാം നൂറ്റാണ്ടിലൊക്കെ ഇതിന് പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആദ്യകാല പള്ളിയാണിത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അവർ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്. ഇടയ്ക്ക് മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടിഞ്ഞു വീഴാറായ രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നും. കല്ലൊക്കെ വെച്ചാണ് കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ഗോപുരമുണ്ട്. 3 നില ഗോപുരവും മണിയൊക്കെ ഉണ്ട് മുകളിൽ. ഒരുപാട് പഴയ കെട്ടിടമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി. 9ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പള്ളിയാണ്. കറക്റ്റ് വർഷം അറിയില്ല, ഏത് വർഷമാണെന്നുള്ളത് കൃത്യം അറിയില്ല. പക്ഷെ 9ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥലത്തിന്റെ പേര് സാന്താ കൊളോമ. പള്ളിക്കുള്ളിൽ കയറാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് മേടിക്കണം. ടിക്കറ്റിന് €7 ഇതിൻ്റെ ഉള്ളിൽ പള്ളിയിലും പിന്നെ അവിടെ ഒരു മ്യൂസിയവും കൂടി ഉണ്ട് ഇതിനകത്ത് തന്നെ. അത് രണ്ടും കൂടി കാണാനായിട്ട് €7 വേണ്ടത്. അത് നമ്മൾ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്ത് ടൈം എടുത്തേ ഇതിനുള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ഇതാണ് പള്ളി. നമുക്കിന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല, അതിന് ടൈമുണ്ട്. 2 മണിക്കുള്ളിൽ വരണമായിരുന്നു. അത് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണം വരാൻ. നമുക്ക് വേറൊരു ദിവസം പള്ളിക്കാവും വന്ന് കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ പള്ളി ഇത് അതുപോലെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു അൾത്താരയും പിന്നെ പഴയ പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ഒരു മ്യൂസിയം പോലെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പക്ഷേ €7 കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ടൈമും എടുത്ത് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ. അവരപ്പം ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇന്നതായിരുന്നു എന്നൊക്കെ ഉള്ളത്. പള്ളി തുടങ്ങിയ കാലത്ത് ഒരു ചുവർ ചിത്രമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് മാറ്റി ഗവൺമെന്റിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ അത് നിലവിൽ ഗവൺമെന്റിന്റെ അധീനതയിൽ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയകാല ചുവർ ചിത്രങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് പതിയെ തിരിച്ച് താഴോട്ട് പോയി നോക്കാം. അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാണാൻ എന്നുള്ളത് നോക്കാം. നമ്മളതിലെ വന്നു കഴിഞ്ഞാൽ മെയിൻ വഴിയിലേക്ക് ഇവിടെ എത്തി. ഇത് അന്തോറ വെല്ലയുടെ ടൗണിനുള്ളിൽ തന്നെയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റ് നടന്നാൽ പോലും നമുക്ക് ഇവിടെ എത്താം. ടൗണിൽ നിന്ന് അന്തോറ വെല്ലയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു 15 മിനിറ്റ് നടന്നാൽ ഈ സ്ഥലത്തെത്താം. സാന്തോ കൊളോമ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് ഈ പള്ളിയുള്ളത്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി നോക്കാം. ഇവിടെ ഒരു സിഗ്നലിൽ നമുക്ക് ഞെക്കാനായിട്ടുള്ള ഒരു സാധനമുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പച്ച ലൈറ്റും സമയവും തെളിയും. അതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കടക്കാം. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പുറം കടക്കാം. ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട് കാണാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. ഹോട്ടൽ ഗാർഡൻ എന്നാണ് അതിന്റെ പേര്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല. അവിടെ ഒരു ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിലാക്സ് ചെയ്തിരിക്കാനുള്ള ചെയറും മറ്റു കാര്യങ്ങളുണ്ട്. ഒരു വെറൈറ്റി ചെയറാണ്. നമ്മുടെ കല്ലുകൊണ്ട് പണിത സ്ഥലത്തൊരു ചെയർ ഒട്ടിച്ചിരിക്കുന്നു. തടിയുടെ ചെയറിന്റെ മോഡൽ വെച്ച് ഇരിക്കാൻ ഉള്ള സൗകര്യം ചെയ്തിരിക്കുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടെ. പ്രത്യേകിച്ച് വേറെ ഒന്നും സാന്തോ കൊളോമയിലില്ല കാണാൻ. ഇതിലെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് അന്തോറ ലാ വെല്ല എന്ന ക്യാപിറ്റൽ സിറ്റിയുടെ കുറച്ച് വ്യൂസ് മലമുകളിൽ നിന്നാൽ കാണാൻ പറ്റും. അതൊന്ന് പോയി കണ്ടുവരാം. മല കയറാനും ഹൈക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു രാജ്യമാണ് അന്തോറ. ഇഷ്ടം പോലെ മൗണ്ടൻ ഏരിയകളുണ്ട്. ഇങ്ങനെ മല കയറി പോകാം. താല്പര്യമുള്ളവർക്ക് അന്തോറ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ആ മലയുടെ ഒരു ചെറിയ നടപ്പാതയുള്ള ഒരു പകുതി ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അന്തോറയുടെ വിശാലമായ ഫുൾ വ്യൂ കിട്ടും. ഇതാണ് ഒരു സൈഡ്. അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. അതാണ് അന്തോറയുടെ നാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം. അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ചുറ്റും മലയാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് അന്തോറ. ഇവരിവിടെ ചെറിയ രീതിയിൽ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള ഇറിഗേഷന്റെ വെള്ളം എത്തിക്കുന്ന പരിപാടികളാണിത്. ഇതുവഴി ഒരു തോട് പോലെ എത്തിച്ചിട്ട് വെള്ളം ആവശ്യക്കാർക്ക് എടുക്കാവുന്ന രീതിയിൽ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. ഗവൺമെന്റാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം കൃഷി അങ്ങനെ വളരെ കുറവേ ഉള്ളു ഇവിടെ ഈ ഏരിയയിൽ. ഉള്ളിടത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഒരു വല പോലെ കെട്ടിയേക്കുന്നത്. ഇതെന്തിനാണെന്നറിയാവോ? ഇത് വലിയൊരു മലയാണല്ലോ. മലയുടെ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കല്ലുകളൊക്കെ ഉരുണ്ടുരുണ്ട് വരും, ചെറിയ കല്ലുകളൊക്കെ. അപ്പൊ അതൊക്കെ ഒത്തിരി താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി കെട്ടിയേക്കുന്ന ഒരു വലയാണ്. കമ്പി വലയാണിത്. അത് പ്രകാരം ഒത്തിരി കല്ലുകൾ അങ്ങ് താഴെ റോട്ടിലേക്ക് എത്താതെ ഇവിടെ തടഞ്ഞു നിന്നോളും. അപ്പൊ നമുക്ക് ബാക്കി വ്യൂവും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അന്തോറ ലാ വെല്ല എന്ന സിറ്റിയുടെ ഫുൾ വ്യൂ. ഇങ്ങനെ മലയുടെ അടിയിൽ കൂടി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്.
അന്തോറയുടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.